ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നൊരു മാസം കൂടിയാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് കർക്കിടക കഞ്ഞിയാണ്. കാലാവസ്ഥയുടെ മാറ്റം നമ്മുടെ ശരീരത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നൊരു മാസം കൂടിയാണിത്. ഈ സമയത്ത് ബോഡിയിലെ ഇമ്മ്യൂണിറ്റിയും ഡൈജഷനും പൊതുവേ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനർജി ബൂസ്റ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റിയെ റീറ്റെയിൻ ചെയ്യാനും ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനും ഡൈജഷനും മെറ്റബോളിസവും ഒക്കെ സുഗമമായി നടക്കാനും വേണ്ടിയാണ് ഇതുപോലെ ഔഷധ ഗുണമുള്ള ആഹാരങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിലെ പ്രധാനമായ ചേരുവകൾ നവരേരി, ചെറുപയർ, ഉലുവ, തേങ്ങാപ്പാൽ, ആശാളി, അഷ്ടചൂർണം എന്നിവയാണ്. 8 ഔഷധ ചേരുവകൾ ചേർന്നാണ് അഷ്ടചൂർണം. ചുക്ക്, കുരുമുളക്, തിപ്പലി, അയമോദകം, ജീരകം, കായം, ഇന്ദുപ്പ്, കരിഞ്ജീരകം. എന്നാൽ ചിലയിടങ്ങളിൽ പച്ചമരുന്നുകളും സ്വതവേ ചേർക്കാറുണ്ട്. നവരേരി, ചെറുപയർ, ഉലുവ എന്നിവ 3 മുതൽ 5 മണിക്കൂർ വരെ സോക്ക് ചെയ്ത് സ്ലോ കുക്ക് ചെയ്യാറാണ് പതിവ്. ആശാളി ചേർത്തും ചേർക്കാതെയും നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണ് തേങ്ങാപ്പാലും ഔഷധക്കൂട്ടും ചേർക്കേണ്ടത്. വിളമ്പുന്നതിന് തൊട്ടു മുമ്പ് 1 സ്പൂൺ നെയ്യോടുകൂടി കഴിക്കാവുന്നതാണ്.